PV അൻവർ കോൺഗ്രസ് നേതാവ് VV പ്രകാശിന്റെ വീട്ടിലെത്തിയിരുന്നു. കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞാൽ വോട്ട് ചോദിക്കാൻ ഞാൻ ആ VV പ്രകാശിന്റെ വീട്ടിൽ നിന്നല്ലേ തുടങ്ങേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ രാവിലെ PV അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വൈകാരികമായും ഷൗക്കത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ദാ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കണ്ടിരിക്കുകയാണ്. എന്താണ് ഈ വരവിന്റെ ഉദ്ദേശം? പൂജ, നാമനിർദ്ദേശ പത്രിക നൽകി തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്നത് PV അൻവർ VV പ്രകാശിന്റെ വീട്ടിൽ നിന്നാണ്. അത്തരത്തിലുള്ള പ്രതികരണം തന്നെയായിരുന്നു PV അൻവർ നേരത്തെ നടത്തിയതും. അത്തരത്തിലുള്ള വൈകാരിക പ്രതികരണങ്ങളുടെ തുടർച്ച എന്നോണമാണ്. VV പ്രകാശ് എന്ന് പറയുന്നത് ജനകീയനായ നിലമ്പൂരിലെ മലപ്പുറത്തെ DCC പ്രസിഡന്റ് കൂടിയായിരുന്നു. അത്തരത്തിലെ ആളുകൾക്കിടയിൽ സ്വാധീനമുള്ള നേതാവ് കൂടിയായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിന്ന ഭിന്നതകളൊക്കെ ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചയായി വീണ്ടും വരുന്നു. ഇടതുപക്ഷം ഉൾപ്പെടെ MV ഗോവിന്ദൻ ഉൾപ്പെടെ അത് ആരോപണം ഉന്നയിച്ച ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു പശ്ചാത്തലമുണ്ട്. അതിന് പിന്നാലെയാണ് PV അൻവർ കൂടി ആ വിഷയം ഏറ്റെടുത്ത് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത്. നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് VV പ്രകാശിന്റെ വീട്ടിലെത്തുമെന്ന് പറഞ്ഞിരുന്നു. പിന്നാലെ എത്തി. അല്പസമയം മുമ്പാണ് എടക്കരയിലെ VV പ്രകാശിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ മകളുമായും ഭാര്യയുമായും ഒക്കെ PV അൻവർ സംസാരിക്കുന്നത്. അതിനൊരു രാഷ്ട്രീയ പ്രസക്തി കൂടിയുണ്ട്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ആ വിഷയങ്ങളെല്ലാം 2021 തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായ അന്നത്തെ വിഷയങ്ങളെല്ലാം ചർച്ചയാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് PV അൻവറിന്റെ ഈ സന്ദർശനം എന്നതുകൂടിയാണ് രാഷ്ട്രീയ പ്രസക്തി. എന്തായാലും PV അൻവർ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്നത് എടക്കരയിലെ VV പ്രകാശിന്റെ വീട്ടിൽ നിന്നാണ് എന്നതുകൂടിയാണ് ഏറ്റവും പ്രസക്തം. പൂജ. ശരി, അന്തരിച്ച കോൺഗ്രസ് നേതാവ് VV പ്രകാശിന്റെ വീട്ടിലെത്തിയിരിക്കുകയായിരുന്നു PV അൻവർ. പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു ശേഷം അവിടെ നിന്നാണ് അൻവറിന്റെ പ്രചാരണവും തുടങ്ങിയിരിക്കുന്നത്. അരുൺ അമൃതനാഥാണ് വിവരങ്ങൾ നൽകിയത്.